നമസ്കാരം. അറിയോ, ഈ വർഷം വിഷുദിനത്തെ കണി കാണാൻ ഏറ്റവും അന്യോന്യമായ മുഹൂർത്തം എന്താണെന്ന് പലരും സംശയം ചോദിച്ചിരുന്നു. ആയതിന്റെ മറുപടിയാണ് ഞാൻ ഈ പോസ്റ്റ് നൽകുന്നത്. ഇത്തവണ ധനുശനി ധനുവ്യാഴ കാലം കൊല്ലവർഷം 1194 മീനമാസം 31 ഞായറാഴ്ച ആയില്യ നക്ഷത്രവും ശുക്ലപക്ഷ ദശമി തിഥിയും ഉദയാൽപരം 18 നാഴിക 30 വിനാഴികയും കർക്കിടകൂട്ടിൽ കർക്കിടക ലഗ്നത്തിൽ വായുപൂതോദയെ കൊണ്ട് മേഷസംക്രമം സംഭവിക്കുന്നു. മേഷസംക്രമത്തിന്റെ പിറ്റേനാള് ആണ് വിഷു. വിഷുദിനം ആദരിക്കുന്ന ദിവസം അഥവാ 15 ഏപ്രിൽ 2019 തിങ്കളാഴ്ച. അന്നേ ദിവസം പുലർച്ചയിൽ കണി കാണുന്നതാണ് നമുക്ക് അത് ഉത്തമം. ഇനി കണി കാണാനുള്ള മുഹൂർത്തത്തെ കുറിച്ച് ഞാൻ പറയാം. വിഷുക്കണി ശരിക്കും ബ്രഹ്മമുഹൂർത്തത്തിൽ രാത്രിയുടെ 14ാമത്തെ മുഹൂർത്തമാണ് ബ്രഹ്മമുഹൂർത്തം. ആ മുഹൂർത്തത്തിലാണ് നമുക്ക് കണി കാണുന്ന മുഹൂർത്തം. അതായത് സൂര്യോദയത്തിന് സമയത്തിന്റെ മുൻപേ 48 നിമിഷം, അതിനു മുമ്പേ ഇനിയൊരു 48 നിമിഷം, മൊത്തത്തിൽ 96 മിനിറ്റ് നമ്മൾ എടുത്താൽ നമുക്ക് ബ്രഹ്മമുഹൂർത്തം കിട്ടും. എന്നാൽ കൊല്ലവർഷം 1194 ആണ്ടിൽ മേടമാസം 1-ാം തീയതി നമ്മുടെ മലേഷ്യ കോലാലംപൂരിൽ സൂര്യ ഉദയം രാവിലെ 7:12 അപ്പോ അതിന്റെ 48 96 നിമിഷം മുൻപേ എടുത്താൽ നമുക്ക് ശുഭമുഹൂർത്തം നമുക്ക് കിട്ടുന്നത് ബ്രഹ്മമുഹൂർത്തം. കൃത്യം പറഞ്ഞാൽ തിങ്കളാഴ്ച 15 ഏപ്രിൽ 5:36 AM മുതൽ 6:12 വരെ. വീണ്ടും ഞാൻ പറയുന്നത് ഏപ്രിൽ 15 തിങ്കളാഴ്ച രാവിലെ 5:36 മുതൽ 6:12 5:36 AM to 6:12 അതുവരെ ഇരിക്കുന്ന വിഷു കണി കാണാൻ അതിഉത്തമമായ ഒരു നേരം. അതായത് വരുന്ന 15-ാം തീയതി നമ്മൾ പറഞ്ഞതുപോലെ എല്ലാവരും അന്നാണ് നമുക്ക് വിഷു കണി കാണുന്ന ദിവസം. ഇത് നമ്മുടെ വീട്ടിൽ കാണുന്ന ആചാരം. ക്ഷേത്രത്തിൽ പിന്നെ അതാത് ക്ഷേത്രങ്ങളിലുള്ള ആചാര അനുസൃത സമയത്തിന്റെ അത് പിന്നെ നമുക്ക് പിന്തുടരുന്നതാണ് നല്ലത്. ഈ മേഷസംക്രമത്തിൽ എല്ലാവരും അവരവർക്കുള്ള ഇഷ്ടദേവ ക്ഷേത്രങ്ങളിൽ ചെന്ന് പുഷ്പാഞ്ജലിയും ദീപസമർപ്പണവും തുടങ്ങിയ വഴിപാടുകൾ നടത്തി ദോഷനിവർത്തി വരുത്തേണ്ടതാണ് നന്നായി. നമുക്ക് വിഷുക്കണി ഒരുക്കുന്ന മംഗലവസ്തുക്കൾ ഞാൻ ഇനി പറയാം. ഈ മംഗലവസ്തുക്കൾ ഒരുക്കുന്നത് നമുക്ക് ഒരു കുറഞ്ഞത് 8 വസ്തുക്കൾ തീർച്ചയായിട്ടും വെക്കണം. ആ 8 വസ്തുക്കളിലെ 6 വസ്തുക്കൾ ഞാൻ പറയുന്നു അത് ഒഴുക്കാനേ പാടില്ല, നമുക്ക് തീർച്ചയായിട്ടും അതിലുണ്ടാവണം. നാം ഈ ഒഴുക്കി വെക്കുന്നത് നമുക്ക് ഈ എല്ലാം ചേർത്ത് വെക്കുന്നത് ഈ ഒഴുക്കി വെക്കുന്ന സാധനങ്ങള് നമ്മുടെ വീട്ടിലേക്ക് മൂത്ത സഹോദരിമാര്, അതായത് നമുക്ക് അമ്മമാരോ അമ്മൂമ്മമാരോ ചേട്ടത്തിമാരോ ആരെങ്കിലും മൂത്ത പെണ്ണുങ്ങളാണ് ഈ സാധനങ്ങൾ ഒരുക്കുന്നത്. കണി ഒരുക്കുന്നത് പൂജാമുറിയിൽ ഒരുക്കേണ്ട ഒരു കാലം ആവശ്യമില്ല. എന്താ വെച്ചാൽ നമുക്ക് ചില പെണ്ണുങ്ങള് പൂജാമുറിയിലേക്ക് ചെല്ലാൻ പറ്റില്ല, അവർക്ക് കണി കാണാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, അവർക്കും കണി കാണണം. എന്നാൽ നമുക്ക് ഏതാണ് സൗകര്യമായ ഒരു സ്ഥലം നമുക്ക് രാവിലെ എണീറ്റ് വന്ന് നമുക്ക് കാണുന്ന ഒരു സ്ഥലത്തിലാണ് ഈ അമ്മമാര് നമുക്ക് കണി ഒരുക്കി വെക്കും. തലേദിവസം കണി ഒരുക്കി വെച്ച് പിറ്റേ ദിവസം നാം കണിപ്പൊത്തി വന്ന് കാണുന്ന കാഴ്ചയാണ് ഈ കണി. ഈ കണിക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ കൃഷ്ണ വിഗ്രഹം, അതായത് കൃഷ്ണ വിഗ്രഹം ഇല്ലെങ്കിൽ നമുക്ക് കൃഷ്ണനുടെ പടം വെക്കുക, ഗുരുവായൂരപ്പന്റെ പടം വെക്കുക. നമുക്ക് കൃഷ്ണ ഗോവിന്ദ എന്ന് പറയുന്നത് കൃഷ്ണനാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ കൃഷ്ണ വിഗ്രഹം വേണം. നിലവിളക്കില് ഞാൻ പറയുന്നത് എന്നും പറയണത് 2 തിരി കൊണ്ട് വിളക്ക് വെക്കണം. ഒറ്റ തിരി എന്നും നമ്മൾ വെക്കാൻ പാടില്ല. നല്ല ദിവസങ്ങൾ, നല്ല പൂജ, നല്ല കർമ്മങ്ങൾക്ക് എല്ലാം 2 തിരി വെച്ച് വിളക്ക് കൊളുത്തണം. കുങ്കുമച്ചപ്പ് ഉണ്ടാവണം, മഹാലക്ഷ്മിക്കൂടെ ഉള്ളത്. പിന്നെ വാൽക്കണ്ണാടി, മുഖം കാണാനുള്ള വാൽക്കണ്ണാടി. സ്വർണം അല്ലെങ്കിൽ നാണയം വെക്കണം. ഈ സ്വർണം നാണയം ചെപ്പ് നാണയം വെക്കുക, പിച്ചള നാണയം വെക്കുക, സ്വർണ്ണ നാണയം വെക്കുക, അല്ലെങ്കിൽ വെള്ളി നാണയം വെക്കുക. എന്തെങ്കിലും സ്വർണവും നാണയവും വെക്കാം. കൊന്നപ്പൂ നമുക്ക് അതിഉത്തമമായി കിട്ടുന്ന പൂ ഈ മേടമാസത്തിൽ വിഷുവിന് നമുക്ക് കൃഷ്ണന് വെക്കുന്നത് കണി കാണാനുമുള്ള പൂവാണ് കൊന്നപ്പൂ. അതാണ് കണിപ്പൂ എന്ന് പറയും. കൊന്നപ്പൂ വെച്ച് നാം ഇത് 6 വസ്തുക്കളും തീർച്ചയായിട്ടും ഉണ്ടാവണം. കൂടാതെ വസ്ത്രം, ഉണക്കരി അഥവാ അക്ഷത. ഈ അക്ഷത നമ്മൾ വെക്കുന്നത് ഒരു ധന്യപാത്രത്തിൽ വെക്കാം. ധാന്യപാത്രം എന്ന് പറഞ്ഞാൽ നാഴിയോ അരനാഴിയോ ഇല്ല ചെറിയ ചെറിയ കിണ്ണങ്ങളോ അതിൽ നമുക്ക് നെല്ലും അരിയും ചേർത്ത് വെക്കുന്നതാണ് നമുക്ക്
അക്ഷത എന്ന് പറയുന്നത്. പിന്നെ കെണ്ടിയിൽ നമുക്ക് വെള്ളം വെച്ച് വെക്കണം. കെണ്ടിയും വെള്ളവും ഉണ്ടാവണം. അതിൽ വെള്ളം നമ്മൾ തൊട്ട് കണ്ണ് തുടച്ച് നമ്മൾ കണി കാണുന്നതാണ് കെണ്ടിയിൽ വെള്ളം. താമ്പൂലം അത് വെറ്റില അതോട് ചേർത്തില്ലാത്ത മുഴുവൻ അടക്ക വെച്ചിരിക്കണം. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഗ്രന്ഥമാണ്. ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളിലെ മഹാഭാരതവും ഭാഗവതവും രാമായണം ഇങ്ങനത്തെ ഗ്രന്ഥം ഒന്ന് വെക്കണം. ഇത്രയും വെച്ച് നമുക്ക് കാണുന്നതാണ് വിഷുക്കണി. അത് കൂടാതെ അല്ലാതെ നമുക്ക് പഴക്കാഴ്ച എന്ന് പറയും. പഴക്കാഴ്ച എന്ന് പറഞ്ഞാൽ നല്ല പൊന്നിരമില്ല എല്ലാ പഴങ്ങളും മഞ്ഞ നിറമാണ്, മഞ്ഞ നാരങ്ങ എന്തെല്ലാം സ്വർണമായിട്ടിരിക്കുന്നത്. അഥവാ നമുക്ക് ചക്ക, വാഴ, പഴം ഇതൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് പഴക്കാഴ്ച പൊന്നിരമായിട്ടിരിക്കുന്നതാണ് നമുക്കുള്ള പഴക്കാഴ്ചകൾ. ഈ മഞ്ഞ നിറമുള്ളത് എന്ന് പറഞ്ഞാൽ പൊന്നെന്ന ഐശ്വര്യം നിറഞ്ഞുണ്ടാവണം എന്നിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഈ നമുക്ക് പഴക്കാഴ്ചകൾ. ഈ പഴങ്ങൾ വെക്കുന്നത് കണിയിൽ വെക്കുന്ന പഴയും കാഴ്ചയിൽ വെക്കുന്ന പഴം കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. കണിക്ക് നമ്മൾ വെക്കുന്ന പഴം അതായത് ഉരുളിയിൽ നമ്മൾ കണിയിൽ വെച്ച് കണി വെക്കുന്നത് ആ പഴങ്ങളോ ആ കണികളോ അത് നമുക്ക് എന്നും നമുക്ക് കഴിക്കുന്ന പഴമായിട്ട് ഉണ്ടാവണം. എന്ന് വെച്ചാൽ പഴം വന്ന് പച്ചയായിരിക്കും പഴുത്തത്. രണ്ടു വിധത്തിലും കഴിക്കുന്ന പഴങ്ങൾ. അതായത് മാങ്ങ നമ്മൾ പച്ചയും ചേർക്കാം, പഴുത്തത് എടുക്കാം. വാഴ നമുക്ക് പച്ചയും ചേർക്കാം, പഴുത്തതും ചേർക്കാം. ചക്ക പച്ചയും ചേർക്കാം, പഴുത്തതും ചേർക്കാം. ഈ കണിവെള്ളരി, പച്ചവെള്ളരി, പഴുത്ത വെള്ളരി അങ്ങനെ എന്തും പച്ചയും പഴുത്തതും ചേർക്കുന്നതാണ് ഈ കണിക്ക് വെക്കുന്ന ഈ കണികൾ, ഈ നമുക്ക് പഴങ്ങൾ. ബാക്കി നമ്മൾ ലഘുവായിട്ട് കിട്ടുന്നത്, സുലഭമായിട്ട് നമുക്ക് കിട്ടുന്നത് നമുക്ക് തൊടിയിൽ കിട്ടുന്നത് ഏതൊരു കരികൾ നമ്മൾ ഭിത്തികൾ കൊണ്ട് വെക്കാം. നമുക്ക് പഴങ്ങൾ വെക്കുക, പിന്നെ നമുക്ക് ധാന്യങ്ങൾ, ധനങ്ങൾ എല്ലാം നമ്മൾ വെച്ചിരിക്കാം. ഇത്രയും വെച്ച് നമുക്ക് കിട്ടുന്നത് കൈവിശേഷമായി കൊടുക്കുന്നതാണ് കൈനീട്ടം. നമുക്ക് മൂത്തവരെ ഇളയവരെ കൊടുക്കുന്നത് വെറ്റിലടക്കം വെച്ച് അതിൽ പണം മാത്രം വെച്ച് കൊടുക്കരുത്. പണത്തോടെ ചേർത്ത് നാണയങ്ങൾ വെക്കണം. തിരിച്ചായിട്ട് നാണയം വെച്ച് അക്ഷത അതായത് അരി ഉണ്ടാവണം. ഈ കൊന്നപ്പൂവും അതിൽ വെച്ച് നമുക്ക് കൈവിശേഷം കൈനീട്ടമായിട്ട് കൊടുക്കണം. കൈനീട്ടം നമുക്ക് ജീവിതത്തിലെ പണം മാത്രം ആവശ്യമില്ല, ധനദാനം എല്ലാം ഉണ്ടാവണമെന്നിട്ട് നമുക്ക് ഈ അക്ഷതയും കൊന്നപ്പൂവും ചേർത്ത് വെച്ച് എല്ലാവരും നമുക്ക് കൊടുക്കുന്നത് ഈ മൂത്തവർ ഇളവരെ കൊടുക്കുന്നതാണ്. നിങ്ങൾ ഏവർക്കും വിഷു കണി കണ്ട് എല്ലാവിധത്തിലും ധനം, ധാന്യം, പശു, പുത്രലാഭം ഉണ്ടാവണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഏവർക്കും സമ്പൽ സമൃദ്ധമായ ഒരു വിഷു കാലം ആശംസിക്കുന്നു. കൂടാതെ എന്റെ കുടുംബത്തിന്റെ പേരിലും മലേഷ്യ ഹിന്ദുമത സാംസ്കാരിക പാരമ്പര്യ പരിഷത്തിന്റെ പേരിലും വിഷു ആശംസകൾ രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും വിഷു ആശംസകൾ.